ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിസയൊക്കെ ഫ്രീ ആയിട്ട് ജോലി കൊടുക്കുന്ന കമ്പനികളുടെ നമ്പറുകളാണ്. അവർക്ക് ആ വേക്കൻസികളിലുള്ള ആളുകളെയാണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ആവശ്യപ്പെടുന്ന കമ്പനികളുണ്ട്, അത് ഞാൻ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം എല്ലാത്തിനും തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ CV-യിൽ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലികൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമാണ്. അപ്പോൾ നമ്മൾ വഴി ഒരാൾക്കൊരു ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരികയും ചെയ്യും. അതേപോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക നിയമം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനമാണ് നമുക്ക് വിസ തരുന്നതും നമുക്കിവിടെ ID കാർഡ് എന്ന് പറയുന്ന നമ്മുടെ ഇക്കാമ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് തരുന്നതും. അപ്പോൾ ആ കമ്പനിയുടെ യാതൊരു വിധത്തിലുള്ള അനുമതിയും ഇല്ലാതെ നമുക്ക് ഡിപ്ലോമ ഡിഗ്രിയൊക്കെ ഉള്ള ആളുകൾക്ക്, അത്രയാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്, അതോ മറ്റുള്ളവർക്കും അത് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ ഞാൻ വഴിയെ അന്വേഷിച്ചിട്ട് ഞാൻ അറിയാം. അങ്ങനെ ഉള്ള ആളുകൾക്ക്, അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ മറ്റ് കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ടും കൂടി ജോലി ചെയ്യാം. അതായത് പാർട്ട് ടൈമിനും കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു 10 മണിക്കൂർ ഡ്യൂട്ടിയാണ്, നമുക്കൊരു 4 മണിക്കൂർ കൂടി ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ലൊക്കാലിറ്റിയിൽ അതേപോലൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റെന്ത് വർക്കിനാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈമിന് ഇവിടുത്തെ ഗവൺമെൻറ് നിങ്ങൾക്ക് അനുമതി തരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലുടമയുടെ അംഗീകാരം വേണ്ട എന്ന് സാരം. അപ്പോൾ നമുക്കതൊരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ബേസിക് സാലറി 2000 ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 600 ദിർഹംസോ അല്ലെങ്കിൽ 700 ദിർഹംസോ, ചിലപ്പോൾ 1000-ൻ്റെ അടുത്ത് വരെ നമുക്ക് ചിലപ്പോൾ സാലറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും അതുവഴി നമുക്ക് ലാഭം ഉണ്ടാക്കാനും കഴിയും. അതേപോലെ തന്നെ വേറെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും UAE-യിലുമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന വേക്കൻസികൾ വഴി, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ആകാൻ പോവുകയാണ്, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതകളാണ്. അതായത് ഭാഷ അറിയുന്നവർക്കാണ് കുറച്ചുകൂടി മുൻഗണന. ഈ GCC കൺട്രികളിൽ എവിടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കുറച്ചൊക്കെ അറബിയും അത്യാവശ്യം നന്നായിട്ട് ഹിന്ദിയും അറിയാം അല്ലേ. ഇംഗ്ലീഷിന് നമ്മൾ അത്രയും വലിയതായിട്ട് ഒരു സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കൂടുതലായിട്ടും ഹിന്ദിയും അറബിയുമാണ് എല്ലാവരും തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടുക കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ CV നമ്മൾ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ജോലി മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ജോലി മാറാവുള്ളൂ. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ വീഡിയോസ് ഇടുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് ജോബ് വേക്കൻസികളുള്ള ചാനലുണ്ടെങ്കിൽ നിങ്ങൾ അതിലും പോയി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ആൾ പറഞ്ഞു തരുന്ന വേക്കൻസി വഴിയാണോ നമുക്ക് ജോലി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ മാത്രം ചാനൽ കാണണം എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് റീച്ച് കിട്ടി, നമുക്ക് കാശുണ്ടാക്കി, അങ്ങനല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. കാരണം ഒരാളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പ്രത്യേകിച്ച് നമുക്കൊരു ജോലി അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിന് തയ്യാറാവണം. നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ഉള്ളവർക്ക്. അതേപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്ക്. ഇപ്പോൾ ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ UAE ലൈസൻസ് എടുത്ത് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. നമ്മുടെ കേരളത്തിൽ അത് കറക്റ്റായിട്ടുള്ള എവിടെയാണ് സ്ഥലങ്ങളെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കൊച്ചിയിലും മലപ്പുറം ജില്ലയിലും എവിടെയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ അവിടുത്തെ ബൈക്ക് ലൈസൻസോ അതായത് UAE-ത്തെ ലൈസൻസ് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന് മാക്സിമം അതിന് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ UAE ലൈസൻസോട് കൂടി വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ജോലി കിട്ടും. ഇവിടെ ലൈസൻസോട് കൂടിയുള്ള ജോലിക്ക് നല്ല സാലറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി, ഇവിടെ ലക്ഷങ്ങൾ വരെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇന്നലെ പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ വരാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. കാർ ലൈസൻസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ബൈക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഗുണമാണ്. അവിടെ ഹെവി ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ലൈസൻസ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സാധ്യതകളൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വരാം. വിസിറ്റിംഗ് വിസയിൽ അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ തന്നെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസി ഇടുന്ന 1 ഹോട്ടൽ ജോബ്, 2 അക്കൗണ്ടൻറ്റ് ജോബ്, 3 ഡിസൈനിങ് ജോബ്, 4 ഡ്രൈവർമാരുടെ ജോബ്, ഇങ്ങനെയുള്ള കാറ്റഗറി, അത് പിന്നെ ക്ലീനിങ് ഒക്കെ ജോബുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചാനൽ വഴി ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എളുപ്പം വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെ ചാൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ മാക്സിമം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 7:30-ക്ക് ഇടുന്ന ഷോർട്ട് വീഡിയോ അത് കാണുക. ആ ഷോർട്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക.
ആദ്യം ഒരു വേക്കൻസിക്ക് നമ്മൾ 10 പേരെ അയച്ചു കഴിഞ്ഞാൽ ആ 10ൽ ഒരാൾക്കേ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ 10 പേർക്കും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം കമ്പനികൾ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ അവിടുത്തെ 7:30 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടുത്തെ 6 മണിയാവുള്ളൂ. അവർ ചിലപ്പോൾ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേൽക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ 3 മണിയാകുമ്പോഴാണ് നമ്മുടെ ഡ്യൂട്ടി. ചിലപ്പോൾ നമ്മൾ 1 മണിക്കൊക്കെ, ഞാൻ വീഡിയോസിൻ്റെ വർക്കുള്ളതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൊക്കെ എണീക്കുന്നത്. അതല്ലാത്തവരൊന്നും അവർ ആ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ആണ് അവർ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ടൊക്കെ തന്നെ റിപ്ലൈ തരുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ മാക്സിമം എല്ലാത്തിനും തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഒന്നും കൂടി പറയുന്നത്, നമ്മുടെ ചാനൽ അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെയെങ്കിലുമൊക്കെ ചാനൽ വഴി ഒരു ജോലി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിന് നമ്മളും കൂടി ഒരു ആകുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ വരാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ നിങ്ങളുടെ ജോലി കളഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളുടെ അതായത് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ റിസൈൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ജോലിയും പോവും. ഈ ജോലി ലഭിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും, ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അത് നമുക്കത് അത്രയും ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. കാരണം ഒത്തിരി ആളുകൾക്കൊക്കെ EMIയും മറ്റ് പ്രശ്നങ്ങളും പിള്ളേരുടെ പഠിത്തം, അങ്ങനെ ഒരുപാട് കടമകളുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിലും ഓൺ ദ സ്പോട്ടിൽ ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ അറിയിക്കും. കാരണം ഇതെല്ലാവർക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു 2 വഴികൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി കിട്ടുകയും അത്യാവശ്യം നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. UAE അല്ലെങ്കിൽ മറ്റ് GCCയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് മുൻഗണന ഉണ്ടാവും, സാലറിയും കാര്യങ്ങളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രഷേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് 2 വർഷത്തേക്ക് കിട്ടുന്ന ജോലിക്ക് കയറുക, 2 വർഷത്തെ വിസയാണ് അടിക്കുക. എന്നിരുന്നാൽ കൂടി 2 വർഷം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് എടുക്കണമെന്നില്ല, മറ്റ് ജോലികൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ജോലികളിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. അതിനൊന്നും ആരുടെയും ഒരു സഹായവും വേണ്ട. കമ്പനി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ലേബർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് അവരോടും തരിക. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇവിടുത്തെ ലേബേഴ്സ് ഓഫീസ് നമുക്ക് അത്രയ്ക്കും സപ്പോർട്ടാണ് ഇവിടെ തരുന്നത്, അത്രയ്ക്കും സപ്പോർട്ട്. എനിക്ക് സൗദിയിൽ നിന്ന് പോലും കിട്ടാത്ത സപ്പോർട്ടാണ് നമുക്ക് ഇവിടുന്ന് തരുന്നത്. നമുക്ക് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ലേബർ ഓഫീസുകൾ. അപ്പോൾ നമുക്ക് ലേബർ കോർട്ടുകൾ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ലേബർ കോർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ലേബർ ഓഫീസുകളിലോ എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് നമ്മുടെ പരാതി കൊടുക്കാം. അപ്പോൾ അവരത് തീരുമാനമാക്കി തരികയും, നിങ്ങൾക്ക് ചില കമ്പനികളൊന്നും സാലറി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് നേരെ തന്നെ ലേബർ കോർട്ടിൽ പോയിട്ട് അവിടെ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് സാലറിയും കാര്യങ്ങളും ആരാണോ തരാതിരിക്കുന്നത് ആ കമ്പനിയിലെ മെയിനായിട്ടുള്ള ആൾ തന്നെ അവിടെ വരേണ്ടി വരും. ഇല്ലേ കമ്പനി തന്നെ ഇവർ ബാൻ ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി നിയമങ്ങളും ഒത്തിരി നിയമസാധ്യതകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടി നിങ്ങൾ മാക്സിമം തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഈ മാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക മാസം കൂടിയാണല്ലേ, റമദാൻ മാസം. അത് നമ്മൾ പറയാണ്ട് എങ്ങനെ പോകാൻ പറ്റുക? കാരണം റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അത്രയും ഒരു പുണ്യമായിട്ട് കാണുന്നൊരു മാസമാണ്. ഈ പുണ്യമാസത്തിൽ നോമ്പ് നോറ്റ് അവർ ഈദിന് വേണ്ടി കാത്തിരിക്കും, അതായത് പെരുന്നാളിനായി കാത്തിരിക്കും. അതേപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈദ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാവില്ല, നമുക്ക് ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു ദിവസം, അതായത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പടച്ചവൻ്റെ ഒക്കെ അനുഗ്രഹം കിട്ടുന്ന ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഒരേ മനസ്സായിട്ട്. എല്ലാവർക്കും ഈ ഇന്ത്യയിലുള്ളതും ലോകത്തിലുള്ള എല്ലാവർക്കുമായിട്ട് നമുക്ക് റമദാൻ ആശംസകൾ നേരാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലുള്ള ഇൻഫർമേഷൻസും മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പെട്ടെന്ന് ജോലി കിട്ടിപ്പോവും. അപ്പോൾ നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ.